ഒരു കാലത്ത് വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്ന പാർട്ടിയായിരുന്നു CPM. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ വെള്ളാപ്പള്ളിയെ സ്വന്തം ഔദ്യോഗിക കാറിൽ അടുത്തിരുത്തി തോളിൽ കൈയിട്ട് ആനയിച്ചു കൊണ്ടുവരുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണം? എന്ത് സന്ദേശമായിരിക്കും മതേതര കേരളത്തിന് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നൽകാൻ ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ പഴയ നടേശനല്ല എന്നുണ്ടോ? അതെ, വെള്ളാപ്പള്ളി നടേശൻ പഴയ ആളേ അല്ല. പകരം പഴയതിനേക്കാൾ വീര്യത്തിൽ വെറുപ്പും വിഷവും അപരമത വിദ്വേഷവും ചീറ്റുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെയും RSS ബന്ധത്തിന്റെയും പേരിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഒരാൾക്ക് ഇന്ന് പുകഴ്ത്തി സംസാരിക്കാൻ സാധിക്കുന്നത്? മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണ് ശബരിമല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അപരമത വിദ്വേഷം മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ അതേ സന്നിധിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ RSSന്റെ അജണ്ടയോ ഈ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. സംഘപരിവാറിലെ ഓരോ സംഘടനയും അവരെയും കൂടെ കൂട്ടി ശ്രീനാരായണ ധർമ്മം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ യഥാർത്ഥ ശ്രീനാരായണീയർ എന്താ അങ്ങോട്ട് പറയാ ചെയ്യാ എന്നുള്ളത് സ്വയമേവ അനുഭവിച്ചു കൊള്ളണം. അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന പേര് കക്ഷത്ത് ഇറുക്കി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ ആക്ഷേപിക്കാൻ തയ്യാറാകണം. യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കാണാം. അതിലൊരു പ്രത്യേകമായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. പഴയ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അധികം ദൂരമൊന്നുമില്ല. വെറും 9 വർഷത്തെ ദൂരം മാത്രം. RSSുമായുള്ള ബന്ധം വെള്ളാപ്പള്ളി നടേശനെ ഹീനമായ തലത്തിൽ എത്തിച്ചെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് അധികകാലമായിട്ടില്ല. വെറും 10 വർഷം മുൻപത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. RSSന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ VS അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. RSS ബന്ധം വെള്ളാപ്പള്ളിയെ എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് എന്നും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല RSS രാഷ്ട്രീയം എന്നുകൂടി പിണറായി അന്ന് പറഞ്ഞിരുന്നതാണ്. അന്നത്തെ പിണറായി വിജയനിൽ നിന്ന് 10 വർഷങ്ങൾക്കിപ്പുറത്തെ പിണറായി വിജയൻ പറയുന്നതോ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണത്രേ വെള്ളാപ്പള്ളി. അന്ന് വിമർശിച്ച അതേ നാവുകൊണ്ട് പിണറായി വിജയൻ ഇന്ന് വെള്ളാപ്പള്ളി സ്തുതി പാടുന്നതിന്റെ സാങ്കത്യം എന്തായിരിക്കും? ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകളെ അതിരൂക്ഷമായി എതിർത്തിരുന്നവരാണ് CPM. 10 വർഷം മുൻപാണ് പിണറായി വിജയന്റെ കേരളത്തിലെ തൊഗാഡിയ എന്ന പരാമർശം വരുന്നത്. 2015 മാൻഹോളിൽ കുടുങ്ങി മരിച്ച നൌഷാദിനെതിരെ വർഗീയ വിഷം വെള്ളാപ്പള്ളി ചീറ്റിയപ്പോഴായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ തൊഗാഡിയാകാൻ ശ്രമിക്കുകയാണ് എന്ന്. 2005-2006 കാലങ്ങളിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ അതിരൂക്ഷമായി എതിർത്തിരുന്നതും ആക്രമിച്ചിരുന്നതും CPM ആയിരുന്നു. അന്ന് അതിനൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഇന്നോ VS ഇല്ല. ഇന്നത്തെ CPM വെള്ളാപ്പള്ളി നടേശന്റെ സ്തുതിപാഠകരായിരിക്കുന്നു. വെള്ളാപ്പള്ളിയാകട്ടെ പഴയതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ഇന്നും വെറുപ്പും കള്ളവും വിദ്വേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും വർഗീയതയ്ക്കെതിരെ എന്ന് ഊറ്റം കൊള്ളുന്ന CPM മിണ്ടാതിരിക്കുന്നു. VSന്റെ കാലത്ത് വടിയെടുത്ത് തല്ലിയ CPM ഇന്ന് വെള്ളാപ്പള്ളിയെ തൂവലെടുത്ത് തഴുകുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. RSSന്റെ നാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ പിണറായി വിജയനാണ് ഇന്ന് അതേ വെള്ളാപ്പള്ളിയെ സ്റ്റേറ്റ് കാറിൽ ഒപ്പമിരുത്തി ആനയിച്ചു കൊണ്ടുവരുന്നത്. മതാതീത ആത്മീയതയുടെ കേന്ദ്രമെന്ന് പിണറായി പറഞ്ഞ അതേ പമ്പയിലേക്കാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരു വിദ്വേഷവാദിയെ തോളിൽ കൈയിട്ട് ആനയിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ പിണറായി തന്നെ പറഞ്ഞ RSSന്റെ നാവ് കടമെടുത്ത വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താവാകുകയാണോ അദ്ദേഹമെന്ന് സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗങ്ങളെ തള്ളിപ്പറയാൻ CPM തയ്യാറാകണം. ഇത് രണ്ടും നടന്നിട്ടുമില്ല. മാത്രമല്ല, അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടത്തിയ ഒരു വിദ്വേഷ പരാമർശത്തെയും CPM പ്രതിരോധിക്കാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല എന്നത് മാത്രമല്ല, അതിനോട് മൃദു സമീപനം പുലർത്താനാണ് CPM ശ്രമിച്ചതും. പുകമറയോടുകൂടിയ വ്യക്തതയില്ലാത്ത ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് CPM ആകെ ചെയ്തത്.
ഒരിടവേളയ്ക്ക് ശേഷം അപരമത വിദ്വേഷം വിളമ്പുന്നതിൽ സജീവമായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, മലപ്പുറം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഇടമായിരിക്കുന്നു. ഹിന്ദുക്കൾ മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു. അങ്ങനെ ഒരു നാടേയല്ല മലപ്പുറം. ഏതെങ്കിലും തരത്തിൽ CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചോ? ഇല്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമാണ്. അവിടെ ഹിന്ദുക്കൾ എല്ലാം സഹിച്ച് പേടിച്ച് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും പിണറായി വിജയന്റെ മറുപടി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? തികച്ചും സാധാരണമായി അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണ് വിമർശിച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ ഒരു നാടിനെയും ആ നാട്ടിലെ ജനങ്ങളെയും വർഗീയമായി ചിത്രീകരിച്ചതിന് മറുപടി പറയേണ്ടത്? കാന്തപുരത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേരള സർക്കാർ ഭരിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു പ്രസ്താവന. ഏതെങ്കിലും CPM നേതാവ് പറഞ്ഞു ഒരു മതസംഘടനയുടെയും തിട്ടൂരും അനുസരിച്ചല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്? അതുമുണ്ടായില്ല. കോട്ടയത്തെ ഒരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥലം എന്ന് വിശേഷിപ്പിച്ചപ്പോഴും CPM എതിർത്തിട്ടില്ല. പകരം വെള്ളാപ്പള്ളിയെ സ്വീകരിക്കാൻ മന്ത്രി VN വാസവൻ പോയി. കേരളത്തിലെ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപരമത വിദ്വേഷവും ന്യൂനപക്ഷ വിരുദ്ധതയും മുസ്ലിം ക്രിസ്ത്യൻ വെറുപ്പും തരാതരം പോലെ മാറി മാറി ഉപയോഗിക്കുന്നയാൾ അങ്ങനെ ഒരാളെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൂടെയിരുത്തി കൈപിടിച്ച് വേദിയിലേക്ക് ആനയിക്കുന്നത് പിണറായി വിജയനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല ഒരിക്കലും.